അസ്സലാമു അലൈക്കും. സാംസ്കാരിക കേരളത്തിന്റെ നെറുകയിൽ സർഗവസന്തത്തിന്റെ അലിവലികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മൊഹീസിൻ അൽഫസ്റ്റിന്റെ ഈ വർണ്ണോപമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടയൻ്റെ പ്രയാണം. ചരിത്രത്തിൽ എല്ലാ പ്രവാചകന്മാരും ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചാണവർ സമൂഹത്തെ സൽവരിയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആട്ടിൻപറ്റത്തെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ വലിയ ഒരു മലഞ്ചെരിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അല്പമകലെ വലിയ ഒരു ആട്ടിൻകൂട്ടത്തെയും അവയെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയനെ അരികിലെത്തിയതും ഇരുവരും ചോദിച്ചു, ഈ ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ? അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ ഒരു വിശ്വസ്തനായ ഇടയനാണ്. എൻ്റെ യജമാനന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്ന് എനിക്ക് പാൽ നൽകാനാവില്ല. ഉഖബത്ത് ഇബ്നു അബീ മുഅദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതോ ആയ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ആട്ടിടയൻ ആ ആടുകളിൽ നിന്ന് കറവ് പറ്റിയ 1-2 എണ്ണത്തെ കാട്ടിക്കൊടുത്തു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ആടുകളിൽ നിന്ന് കറവ് പറ്റിയ ഒരാടിനെ പിടിക്കുകയും അതിൻ്റെ അള്ളാഹുവിൻ്റെ നാമം മരുവിട്ട് അതിൻ്റെ അകിടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആടിന്റെ അകിട് മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാൽ കറന്നെടുത്തു. രണ്ടുപേരും മതി വരുവോളം കുടിക്കുകയും ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടയന്റെ മനസ്സിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ പോലെ ആട്ടിടയന്റെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടയൻ അത് വാങ്ങി കുടിച്ചു. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുവിട്ട് ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ആട്ടിടയൻ ചോദിച്ചു, നിങ്ങൾ ഒരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിടയന്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ഇത്രയും ആട്ടിൻപറ്റത്തെ മേച്ചു നോട്ടി നടന്ന ആ ആട്ടിടയൻ ആരെന്നറിയണ്ടേ? അതെ, പിൽക്കാലത്തെ സഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും എന്നീ നിരവധി വിശേഷണങ്ങൾക്കുടമയായി തീർന്ന മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സഹാബിയായി തീർന്ന ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആ മുത്തുനബിയോട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും.